GST രജിസ്ട്രേഷൻ നമ്പറുള്ള ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് GST ഉള്ള മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫേക്ക് രജിസ്ട്രേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇല്ലാത്ത കച്ചവടത്തിൻ്റെ പേരും പറഞ്ഞ് GST എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു ടീം, അതൊരു സ്കാമാണ്. അത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം 2023 ഇതേ ഒരു പരിപാടി നടന്നിരുന്നു. ത്രൂ ഔട്ട് ഇന്ത്യ 22,000-ഓളം സ്ഥാപനങ്ങൾ ഇല്ലാത്തത് പിടിക്കപ്പെടുകയും ഏകദേശം 24,000 കോടി രൂപയോളം ടാക്സ് വെട്ടിപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷം അതിൻ്റെ ഒരു തുടർ നടപടി പോലെ ഒരു പദ്ധതി വരുന്നുണ്ട്. അത് തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 15 വരെ കാണും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളും എന്ത് ചെയ്യപ്പെട്ടേക്കാം, ചെക്ക് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ GST നമ്പറും അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് സ്ഥാപനത്തിൽ കാണാൻ പറ്റുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളത് നിയമമാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ GST ഉദ്യോഗസ്ഥന്മാർ എല്ലാ സ്ഥാപനങ്ങളും കയറി വരികയും ചെയ്യില്ല. എന്നാലും